124/2025 സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലെ സിലബസാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂള്. അതായത് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല സെക്ഷൻസായിട്ട് തിരിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ സിലബസ് എവിടെയെങ്കിലും ഒന്ന് എഴുതി ഏതെങ്കിലുമൊക്കെ ബുക്കിലേക്ക് എഴുതി വെച്ച് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഏതൊക്കെ മെത്തേഡാണോ കിട്ടുന്നത് ആ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇന്നിറങ്ങുന്ന ഈ പ്രീവിയസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അടുത്തത് 20 മാർക്കിൻ്റെ സെക്ഷനാണ് സോയിൽ കൺസർവേഷൻ. ഇതിലും സോയിൽ എന്ന് പറഞ്ഞാൽ വെറും സോയിലിൻ്റെ വിവിധ തരം സോയിലുകളെ പറ്റി പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്. മണ്ണൊലിപ്പ്, അത് മഴവെള്ളത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അത് എങ്ങനെ തടയുന്നു, അങ്ങനെ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ, അല്ലെങ്കിൽ നാണ്യവിളകൾ വിളയാൻ വേണ്ടി ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതെങ്ങനെ ഉപകരിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ തുടങ്ങിയ മണ്ണിൻ്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ മണ്ണിൻ്റെ വിവിധ ഘടനകളൊക്കെയാണ് പഠിക്കുന്നത്. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. ക്രോപ്പ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ്. അത് ക്രോപ്പിൻ്റെ വിവിധ തരം ഡിവിഷൻസാണ്. ട്യൂബർ ക്രോപ്പ്, ഫ്രൂട്ട് ക്രോപ്പ്, പോളിഹൗസ് വെജിറ്റബിൾസ് തുടങ്ങിയ വിവിധ തരം, അതായത് ഏതൊക്കെ വിഭാഗം, അതായത് ലീഫ് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം അതുപോലുള്ള തുടങ്ങിയ മേഖലകളിലാണ് ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ. നമ്മൾ ബോട്ടണിയൊക്കെ പഠിക്കുന്നവർ അത് കറക്റ്റായിട്ട് അവർക്കൊരു ബേസ് ഉണ്ടാവും. അതുപോലെ തന്നെ മണ്ണിനടിയിൽ വിളയുന്ന, അതുപോലെ തന്നെ ജിഞ്ചർ, കാർഡമം മുതലായുള്ള സ്പീഷ്യസുകൾ, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതേപടി എഴുതിയെടുക്കണം. അടുത്തത് 4ാമത്തെ സെക്ഷൻ 30 മാർക്കിനാണ്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് പച്ചക്കറികൾ വളരാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. ഇപ്പോൾ ഒരു നഴ്സറിയിലൊക്കെ ആണെങ്കിൽ പോലും അവയ്ക്ക് വേണ്ട പരിചരണങ്ങൾ, അതുപോലെ തന്നെ ഏജൻസികൾ, ഇതിൻ്റെ ഗുണങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഏജൻസികൾ, അതിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നത്, അതുപോലുള്ള ഗുണനിലവാരങ്ങൾ പരിശോധിക്കുന്നവ ആഴത്തിൽ പഠിക്കണം. അടുത്ത 5ാമത്തെ സെഷനാണ് 15 മാർക്കിന് സോഷ്യൽ സയൻസ്. ഇവിടെ മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കോസ്റ്റ്, ടാക്സ്, അതുപോലെ തന്നെ ഗുഡ് സർവീസസ്, ഡിമാൻഡ്സ്, ഇതുപോലുള്ളതൊക്കെ തിയറിപരമായ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിൽ മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ടും. പിന്നെ കുറേ കമ്പനികളെ കുറിച്ച് പഠിക്കണം. ഇതിൻ്റെ അകത്തുണ്ട്. കമ്പനികളെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിക്കണം. ഒരു അറിവും ചെറുതല്ല, നമുക്ക് കിട്ടുന്ന എല്ലാ സോഴ്സും നമ്മൾ പ്രയോജനപ്പെടുത്തണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.